ഒരു ദിവസം ഭൂമിയിൽ കുറേ ഏലിയൻസ് വന്ന് പ്രശ്നമുണ്ടാക്കിയാണ്. അപ്പോൾ തന്നെ അവെഞ്ചേഴ്സും എക്സ്മാനും അവിടെ വന്ന ഏലിയൻസുമായി ഫൈറ്റ് ചെയ്ത് ആ ഏലിയൻസിനെ തോൽപ്പിക്കുന്നു. പക്ഷേ ഇവരുടെ ഈ ഫൈറ്റ് നടന്നത് ഒരു പാർക്കിൽ വെച്ചായിരുന്നു. ആ പാർക്കിലുണ്ടായിരുന്ന ഒരു അമ്മയും അതിൻ്റെ മക്കളും ഇവരുടെ ഈ ഫൈറ്റ് കാരണം മരിച്ചുപോയി. പട്ടാളക്കാരനായ ഫ്രാങ്ക് എന്ന ഒരാളുടെ ഭാര്യയും മക്കളുമായിരുന്നു അത്. ഇപ്പോൾ ഏലിയൻസിൻ്റെ അറ്റാക്ക് പാർക്കിലുണ്ടായതറിഞ്ഞ് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും സംഭവിച്ച് കാണരുതേ എന്ന് പ്രാർത്ഥിച്ച് വളരെ വേഗത്തിൽ കാറും ഓടിച്ചുകൊണ്ട് ഫ്രാങ്ക് ആ പാർക്കിൽ വന്നതും അവിടെ തൻ്റെ ഭാര്യയും മക്കളും മരിച്ചു കിടക്കുന്നതുകൊണ്ട് ഫ്രാങ്ക് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഫ്രാങ്കിനോട് ഞങ്ങളാരും നിൻ്റെ ഭാര്യയും മക്കളെയും കണ്ടില്ലായിരുന്നുവെന്നും പറഞ്ഞ് സൈക്ലോപ്സ് ക്ഷമ ചോദിച്ചതും ആർക്ക് വേണം നിൻ്റെ സോറി എന്നും പറഞ്ഞ് തൻ്റെ തോക്ക് ഉപയോഗിച്ച് ഫ്രാങ്ക് സൈക്ലോപ്സിനെ വെടിവെച്ച് കൊല്ലുന്നു. സൈക്ലോപ്സിനെ മാത്രമല്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ സൂപ്പർ ഹീറോസിനിട്ട് ഫ്രാങ്ക് വെടിവെക്കുകയാണ്. ആ വെടിവെപ്പിൽ ഹോക്കൈ, ജൂബലി തുടങ്ങിയ കുറച്ച് സൂപ്പർ ഹീറോസ് എല്ലാം ചെറുതായി മരിച്ചു പോവുകയും ചെയ്തു. ഫൈറ്റിന് നമ്മുടെ വോൾവറിൻ ഫ്രാങ്കിനെ അടിച്ചു വീഴ്ത്തുന്നത് കൊണ്ട് വേറെ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സൂപ്പർ ഹീറോസിനെ കൊന്നതിൻ്റെ പേരിൽ ഫ്രാങ്കിനെ ജയിലിലിടുവാൻ കോടതി ഉത്തരവിടുന്നു. പക്ഷേ ജയിൽ ശിക്ഷ കിട്ടിയ ഫ്രാങ്കിനെ കേസൽ റിംഗ് എന്ന ഒരുത്തൻ രക്ഷിക്കുകയാണ്. കേസൽ റിംഗ് ഫ്രാങ്കിനെ താൻ രഹസ്യമായി സൂപ്പർ ഹീറോസിനെതിരായി നടത്തുന്ന ഒരു ഗ്യാങ്ങിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കേസൽ റിംഗും അയാളുടെ ഗ്യാങ്ങിലുള്ള ആളുകളും നമ്മുടെ സൂപ്പർ ഹീറോസ് കാരണം അറിയാതെയും സൂപ്പർ വില്ലന്മാർ കാരണം അറിഞ്ഞുകൊണ്ടും കൈയും കാലും ജോലിയുമൊക്കെ പോയവരും പല രീതിയിൽ ജീവിതം നശിച്ചവരുമാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഹ്യൂമൻസിനോട് ഭയങ്കര ദേഷ്യവും വെറുപ്പുമാണ് കേസൽ റിംഗിനും അവൻ്റെ ആളുകൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രാങ്ക് സൂപ്പർ ഹീറോസിൽ കുറച്ച് പേരെ കൊന്നതുകൊണ്ട് കേസൽ റിംഗ് ഫ്രാങ്കിനെ തൻ്റെ ഗ്യാങ്ങിൽ എടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഫ്രാങ്കിനെ വെച്ച് ബാക്കി സൂപ്പർ ഹ്യൂമൻസിനെ കൊല്ലാനും അതിനുവേണ്ടി ഫ്രാങ്കിന് ആവശ്യമായ എന്ത് സഹായം ഫ്രാങ്കിന് ചെയ്തു കൊടുക്കുവാനും കേസൽ റിംഗും അവൻ്റെ ആളുകളും തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഫ്രാങ്കിനോട് പറഞ്ഞതും സൂപ്പർ ഹ്യൂമൻസിനെ കൊല്ലാൻ ഫ്രാങ്ക് തയ്യാറാകുകയാണ്. അങ്ങനെ ആദ്യം തന്നെ സ്പൈഡർമാനും വെനവും ഒരു അണ്ടർഗ്രൗണ്ടിൽ കിടന്ന് അടികൂടുന്നതറിഞ്ഞ് ഫ്രാങ്ക് അവിടെ ചെന്ന് കുറേ വേറുകൾ അവിടെ മുഴുവൻ ഇട്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്തതും ഷോക്കടിച്ച് വെനം കത്തി എരിഞ്ഞ് ചാമ്പലായി പോവുകയാണ്. സ്പൈഡർമാനും നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നു. അപ്പോൾ തന്നെ പരിക്ക് പറ്റി കിടക്കുന്ന വെനത്തിൻ്റെ ഹോസ്റ്റായ ബ്രോക്കിനെയും പിന്നെ നമ്മുടെ സ്പൈഡർമാനെയും ഫ്രാങ്ക് വെടിവെച്ച് കൊല്ലുകയാണ്. മാത്രമല്ല അവിടെ വെച്ച് ഫ്രാങ്ക് പുതിയൊരു പേര് സ്വയം തനിക്ക് ഇടുകയും ചെയ്യുന്നു. ആ പുതിയ പേരാണ് പണിഷർ. അങ്ങനെ ഇപ്പോൾ സ്പൈഡർമാനെ കൊന്നതിന് ശേഷം പണിഷർ നേരെ ചെല്ലുന്നത് ഹൾക്കിൻ്റെ അടുത്തേക്കാണ്. ഹൾക്ക് ബ്രൂസ് ബാനറായി മാറി ബോധം കെട്ട് കിടക്കുന്ന സമയത്ത് ബ്രൂസിനെ വിളിച്ചുണർത്തി ബ്രൂസിനെ വെടിവെച്ച് കൊല്ലുകയാണ് പണിഷർ. അതിനുശേഷം പണിഷർ നമ്മുടെ കിങ് പിന്നെ ചെന്ന് കൊല്ലും. പിന്നെ ഡോക്ടർ ഡൂമിൻ്റെ തലയിൽ മഗ്നറ്റിക് മൈൻ ഉപയോഗിച്ച് പൊട്ടിക്കുമെങ്കിലും ഡോക്ടർ ഡൂം മരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പണിഷർ ഒരു ചുറ്റിക കൊണ്ട് വയ്യാതെ പരിക്ക് പറ്റി കിടക്കുന്ന ഡൂമിനെ അടിച്ചടിച്ച് കൊല്ലും. അതിനുശേഷം പണിഷർ നമ്മുടെ മ്യൂട്ടൻസിനെ എല്ലാം കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി പുള്ളി ഒരു പ്ലാൻ തയ്യാറാക്കും. അതെന്താണെന്ന് വെച്ചാൽ മ്യൂട്ടൻസ് രണ്ട് ഗ്യാങ് ആയിട്ടാണല്ലോ ഉള്ളത്. എന്ന് വെച്ചാൽ എക്സ്മാൻ എന്ന സൂപ്പർ ഹീറോസിൻ്റെ ഗ്യാങ്ങും പിന്നെ മഗ്നെറ്റോയുടെ സൂപ്പർ വില്ലന്മാരുടെ ഗ്യാങ്ങും. അങ്ങനെ ഇപ്പോൾ പണിഷർ മഗ്നെറ്റോ ഒരു ഫൈനൽ ഫൈറ്റ് ചെയ്യാമെന്നും അതുകൊണ്ട് എല്ലാവരും ഫൈറ്റ് ചെയ്യുവാനായി ചന്ദ്രനിലേക്ക് വരുവാനും പറഞ്ഞ് മഗ്നെറ്റോയുടെ പേരിൽ എക്സ്മാനിലേക്ക് ഒരു മെസ്സേജ് അയക്കും. അതുപോലെ എക്സ്മാനിലുള്ളവർ ഒരു ഫൈനൽ ഫൈറ്റ് ചെയ്യുവാനായി മഗ്നെറ്റോയെയും അവൻ്റെ ആളുകളെയും വെല്ലുവിളിച്ചതായി മഗ്നെറ്റോയ്ക്ക് ഒരു മെസ്സേജ് പണിഷർ അയക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് ഗ്യാങ്ങും ചന്ദ്രനിൽ ഫൈറ്റ് ചെയ്യുവാൻ ചെന്നതും അവിടെ വെച്ച് ഈ രണ്ട് കൂട്ടുകാരും അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് അവരെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കെ പണിഷർ ഡൂമിൻ്റെ അടുത്തു നിന്നും എടുത്ത ഒരു മിസൈൽ അങ്ങോട്ട് അയച്ചതും അപ്പോൾ തന്നെ ആ മിസൈൽ പൊട്ടിത്തെറിച്ച് അവരെല്ലാം ചത്തുപോവുകയാണ്. അങ്ങനെ മ്യൂട്ടൻസിനെ കൊന്നതിന് ശേഷം പണിഷർ നേരെ വോൾവറിൻ്റെ അടുത്തേക്ക് ചെന്ന് വോൾവറിനുമായി ഫൈറ്റ് ചെയ്ത് വോൾവറിനെ അവിടെയുള്ള ഒരു ട്രാൻസ്ഫോമറിലേക്ക് അടിച്ചു തെറിപ്പിച്ചതും അപ്പോൾ തന്നെ ഷോക്കറ്റ് വെറും അസ്ഥികൂടമായി നമ്മുടെ വോൾവറിൻ മാറുകയാണ്. അങ്ങനെ വോൾവറിനെ കൊന്നതിന് ശേഷം ക്യാപ്റ്റൻ അമേരിക്കയെയും ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെയും സൂപ്പർ വില്ലന്മാരെയും എല്ലാം പണിഷർ വളരെ ക്രൂരമായി കൊല്ലുകയാണ്. പക്ഷേ ഡെയർ ഡെവിളിനെ മാത്രം പണിഷറിന് കയ്യിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഡെയർ ഡെവിളിനെ കൊല്ലാനായി അലഞ്ഞു നടക്കുകയാണ് പണിഷർ. മാത്രമല്ല ഡെയർ ഡെവിളിനെ കൊന്നതിന് ശേഷം കേസൽ റിംഗിൻ്റെ ഗ്യാങ്ങിൽ നിന്ന് വിട്ടുപോകുവാനും പണിഷർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ കാര്യം കേസൽ റിംഗിനോട് പറഞ്ഞതും കേസൽ റിംഗിന് അത് ഇഷ്ടപ്പെടുന്നില്ല. നീ ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും ഈ ഭൂമിയിൽ ഇനിയും സൂപ്പർ ഹ്യൂമൻസ് വരുമെന്നും അപ്പോൾ അവരെല്ലാം കൊല്ലാൻ നീ ഇവിടെ വേണമെന്നും കേസൽ റിംഗ് പണിഷറിനോട് പറഞ്ഞതും പണിഷർ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ തന്നെ കേസൽ റിംഗ് ഭയങ്കര ദേഷ്യത്തിൽ നിന്നെ ജയിലിൽ നിന്ന് ഇറക്കിയത് ഞങ്ങളാണെന്നും ഞങ്ങൾക്ക് വേണ്ടിയാണ് നീ ഓരോരുത്തരെയും കൊന്നതെന്നും മര്യാദയ്ക്ക് ഇവിടെ തന്നെ നിൽക്കണമെന്നും പറഞ്ഞ് കേസൽ റിംഗ് പണിഷറിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ പണിഷർ ഞാൻ ഇതൊന്നും ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി അല്ല എന്നും അതെല്ലാം എനിക്ക് വേണ്ടി മാത്രമാണ് താൻ ചെയ്തതെന്നും പണിഷർ പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന കേസൽ റിംഗ് പണിഷറിനോട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുവാൻ പറഞ്ഞ് പണിഷറിൻ്റെ നേരെ ഒരു തോക്ക് ചൂണ്ടിയതും അപ്പോൾ തന്നെ പണിഷർ കേസൽ റിംഗിനെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം പണിഷർ ഡെയർ ഡെവിളിനെ കണ്ടെത്തുകയാണ്. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റിൻ്റെ അവസാനം പണിഷർ ഡെയർ ഡെവിളിനെ കുത്തി വീഴ്ത്തുകയാണ്.
അപ്പോൾ തന്നെ ഡെയർ ഡെവൾ തൻ്റെ മുഖംമൂടി ഊരി മാറ്റി തൻ്റെ മുഖം പണിഷറിനെ കാണിച്ചതും ഡെയർ ഡെവൾ ആരാണെന്ന് കണ്ട് പണിഷർ ഞെട്ടിപ്പോവുകയാണ്. കാരണം തൻ്റെ കൂട്ടുകാരനായ മാറ്റാണ് ഡെയർ ഡെവൾ എന്നറിഞ്ഞാണ് പണിഷർ ഞെട്ടിയത്. അത് കണ്ട് പണിഷറിന് സങ്കടമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഡെയർ ഡെവളിനെ കൊന്നതിന് ശേഷം സ്വയം വെടിവെച്ച് പണിഷറും ഇല്ലാതെയാകുകയാണ്.